ടോണി അല്ലേ? തനിക്കറിയാം ഇപ്പം എൻ്റെ കൂടെ വന്നാൽ പിന്നെ ഒരു തിരിച്ചു വരാൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിശ്ചിതത്തെക്കാൾ ഭേദമാണ്. അല്ല താൻ അല്ലല്ലോ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല ഇപ്പം എന്തെങ്കിലും തീരുമാനം പറയാൻ പറ്റുമെങ്കിൽ മതി. നമുക്കിനി കുറച്ച് സമയം കൂടെ ഉണ്ട്. എനിക്കിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഓരോ ദിവസവും വെറും മടുപ്പ്. ബ്രോയ്ക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ ഞാനൊരു ഒരു ദിവസം പറയട്ടെ, അപ്പോൾ മനസ്സിലാവും. ചിലരൊന്നും ആരെയും വിശ്വസിക്കാത്തത് അവർ മുമ്പ് ആരെയൊക്കെയോ അന്ധമായി വിശ്വസിച്ചതുകൊണ്ടാണ്. അല്ല വല്ല ബിരിയാണി ഓർഡർ ചെയ്യാം. ഓക്കേ. എത്ര പെട്ടെന്ന് വന്നു? ആ റേറ്റിംഗ് ഇടാൻ മറക്കല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓ അത് പൊട്ടും. പിന്നെ ഡിഗ്രി കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതിന് പറ്റി ജോലി കിട്ടാൻ പോകുന്നില്ല. അതിലും നല്ല ഇത് തന്നെ. കൂടുന്നോ? ഓ ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചാൽ ഇറങ്ങി. ഇപ്പം ഇച്ചിരി ഓട്ടം കിട്ടുന്ന ടൈമാണ്. എന്നാൽ ശരി, വിട്ടേക്കോ. ഏയ് ഒന്നുമില്ലമ്മി, ഞാൻ ചുമ്മാ വിളിച്ചത്. ആണോ? എന്നാ ഞാൻ വൈകിട്ട് വിളിക്കാവേ. ഞാൻ ഹോസ്പിറ്റലിലെത്തി. നീ ഇരുന്ന് എന്തെങ്കിലും പഠിക്കാൻ നോക്ക് കേട്ടോ.
അളിയ ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞ മറ്റേ കൊച്ചില്ലേ, ഞാനിന്ന് അവളെ നോക്കിയപ്പോൾ അവളെന്നെ തിരിഞ്ഞു നോക്കി. ഏയ് ഞാൻ ഒളിഞ്ഞു. പിന്നെ ഞാൻ അവളുടെ ഇൻസ്റ്റ നോക്കി, പബ്ലിക്കാണ്. ഞാൻ അയച്ചു തരാം, നോക്കിയിട്ട് പറ എൻ്റെ സെലക്ഷൻ അങ്ങനെ ഉണ്ടെന്ന്. എടാ നോക്കിയടാ. ആ ഹലോ എടാ, ഹലോ, നീ പോയാ? ഇല്ലടാ. എടാ, നിനക്ക് ഫീൽ ആയില്ലല്ലോ? ഏയ് ഞാൻ ചുമ്മാ തമാശയ്ക്ക് നോക്കിയത്. ആ സീനില്ല. അല്ലേലും ഒന്ന് പോയാൽ ഒമ്പെണ്ണം വരൂടാ. നീ അതൊക്കെ വിട്ടേക്ക്, ഇതൊന്നും ആലോചിച്ചിരിക്കണ്ട. ആ എടാ, ഞാൻ എന്നാ പിന്നെ വിളിക്കാം. കട വരെ പോകണം. ശരിടാ. Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is. What a wonderful name it is. The name of Jesus Christ, my King. What a wonderful name it is. Nothing compares to this. What a wonderful name it is. The name of Jesus. What a wonderful name it is. The name of Jesus. ഹലോ. അളിയാ, എൻ്റെ ഒരു 100 കാണുമോ? എണ്ണ തീർന്ന് വഴി കിടക്കുക. സിനിമയ്ക്ക് ഇറങ്ങിയതാ. ഓ ഇല്ലടാ, ഒരു 50 കാണുമോ? ആണോ? എന്നാ നീ അതിങ്ങോട്ട് ഇട്ടേക്ക്, ഞാൻ പിന്നെ തന്നേക്കാം. അല്ലേ ഏത് പടത്തിനാണ് പോകുന്നത്? ആവേശം ആവേശം. ആ അതിന് നല്ല റിവ്യൂ വന്നു കേട്ടായിരുന്നു. അല്ല അളിയ, നീ വരുന്നോ? ഓ ഇല്ലടാ, എക്സാമാ. പിന്നെ അപ്പനെങ്ങനെ അറിയുവാണെങ്കിൽ ആകെ പ്രശ്നമാവും, നിനക്കറിയാലോ. എന്നാ നീ ഇരുന്ന് പഠിക്കേ. ഇത്തവണ സെറ്റാക്കുക കേട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. ആ ഹലോ മമ്മി. ആ കുട്ടുവേ, നീ എന്നോടാ രാവിലെ വിളിച്ചേ? ഏയ് ഞാൻ ചുമ്മാ വിളിച്ചത്. നീ എൻട്രൻസിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഈ തവണയെങ്കിലും മര്യാദക്ക് എഴുതിയെടുക്കാൻ നോക്ക്, അല്ലെ നാണക്കേടാ. പിന്നെ പപ്പയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, നീ അവിടെ ഒറ്റയ്ക്ക് ഉഴപ്പാൻ നിൽക്കുവാണെന്നാ പപ്പ പറയുന്നത്. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, അപ്പച്ചനും അമ്മച്ചില്ലായിരുന്നു. എടാ, അപ്പച്ചൻ പോയില്ലേ? അമ്മച്ചിക്കാണ് മേല. നിനക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ ആന്റി എടുത്ത് കൊണ്ടാക്കിയേ. ഇപ്പൊ നിനക്ക് കാണണമെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് പോയി കാണാലോ.
അതിന് എനിക്ക് നോക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഇനി അതുമല്ലായിരുന്നെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ പോരായിരുന്നോ? അതിന് അവിടെ കൊണ്ടിട്ടേക്കുന്നത്. അവർക്കാണിടയ്ക്ക് വിളിച്ച ഫോൺ കൊടുക്കാൻ പോലും പാടാം. എടാ നീ ഇപ്പം ഇതൊന്നും ആലോചിച്ച് നിൽക്കണ്ട. എങ്ങനെയാലും എഴുതിയെടുക്കാൻ നോക്കും. പപ്പയുടെ കാര്യം അറിയാലോ. എന്നാ ശരി, ഞാൻ വെച്ചേക്കുവാ. ആ ഓക്കെ. ഇതൊക്കെയാണ് ബ്രോ എൻ്റെ പ്രശ്നങ്ങൾ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സന്തോഷ് പോലെ ഒരു സിനിമാറ്റോഗ്രാഫർ ആണെന്ന്. എല്ലാം മടുത്ത് ബ്രോ. ചിലപ്പോൾ ബ്രോയ്ക്ക് ഇതൊക്കെ ഒരു മാറ്ററാണോ തന്നെ തോന്നും. കാരണം എൻ്റെ പ്രശ്നം ബ്രോയും ബ്രോയുടെ പ്രശ്നം ഞാനും ഫേസ് ചെയ്യാത്രത്തോളം കാലം മനസ്സിലാവില്ല. തൻ്റെ വീട്ടുകാർ തന്നെ നല്ല ഭാവിക്ക് വേണ്ടിയില്ലൊക്കെ പറയുന്നത്. അത് ടോണിയുള്ള സ്നേഹം കൊണ്ടല്ലേ? മൈരാണ് 4 ആൾ കൂടുന്നിടത്ത് മകൻ സിനിമ തന്നെ നടക്കുവാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന നാണക്കേടിനേക്കാൾ ഭേദമല്ലേ മകൻ MBBS പഠിക്കുകയാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം. അത്രയേ ഉള്ളൂ. നമുക്ക് പോകാനുള്ള ടൈമായി.